സോ നമ്മൾ കുറച്ചധികമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട് എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇടാൻ പറ്റാറുണ്ടായിരുന്നില്ല. സോ ഇനി മുതൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു സ്കിൻ ടിൻസ് ആൻഡ് ഫൗണ്ടേഷൻ, സ്കിൻ ഫൗണ്ടേഷൻ. സോ ഏതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ സ്കിൻ ടിൻറ്റ് യൂസ് ചെയ്യണോ, സ്കിൻ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യണോ എന്നെല്ലാം. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ടിൻറ്റ് ആൻഡ് സ്കിൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്കിൻ ടിൻസിനെ പറ്റിയും ഫൗണ്ടേഷനെ പറ്റിയും അതിൻ്റെ ഡിഫറൻസിനെ പറ്റി സംസാരിക്കാം. സോ പേര് പറയുന്നത് പോലെ തന്നെ സ്കിൻ ടിൻറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ പോലെ അത്ര കവറേജ് തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അഥവാ നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചെറിയൊരു ടിൻറ്റ് തരുന്നു, അല്ലെങ്കിൽ ചെറിയൊരു കവറേജ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്കിൻ ടിൻസ് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കവറേജ് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തോ ഇട്ടിട്ടുണ്ട് എന്നൊരു ഫീല് നമുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ കുറച്ചുകൂടെ ആക്നെ മാർക്സോ വേറെ എന്തെങ്കിലും മാർക്സോ അല്ലെങ്കിൽ പിമ്പിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബട്ട് സ്കിൻ ടിൻസ് എന്ന് പറയുന്നത് അത്രത്തോളം ഫൗണ്ടേഷനെ പോലെ ഒരു കവറേജ് തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. സോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആൻഡ് സ്കിൻ ടിൻ്റ് ആണ്. ഞാൻ എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മെബിലിൻ്റെ ഫിറ്റ് ബി മാറ്റെ പോർലെസ് സീരീസിൽ വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ ഒരു സ്കിൻ ടിൻ്റുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഫൗണ്ടേഷൻ അത്ര പ്രിഫർ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല ഞാൻ. കാരണം എനിക്ക് ഫൗണ്ടേഷൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് ഹെവി ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സോ എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്രത്തോളം ഫൗണ്ടേഷനെ പ്രിഫർ ചെയ്യാറില്ല. സോ അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ സ്കിൻ ടിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്കെപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത് സ്കിൻ ടിൻസ് ആണ്. ബട്ട് എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ ആവണമെന്നില്ല. കാരണം ഫേസിൽ നല്ല നല്ല രീതിയിൽ പാടുകളുള്ള ആളുകളുണ്ടാവും, ഡിസ്കളറേഷൻസ് ഉള്ള ആളുകളുണ്ടാവും, ഫേസിൻ്റെ തന്നെ പല ഭാഗത്ത് പല സ്കിൻ ടോൺസ് ഉള്ള ആളുകളുണ്ടാവും. സോ അവരെല്ലാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫൗണ്ടേഷൻ തന്നെയായിരിക്കും. ബട്ട് അക്കോർഡിംഗ് ടു മീ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്കിൻ ടിൻസ് ആണ്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു സ്കിൻ ടിൻറ്റും ഫൗണ്ടേഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. സോ ഈ പ്രൊഡക്ട്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ബോത്ത് ആർ മൈ ഫേവറേറ്റ്. ഞാൻ കുറച്ച് നാൾ മുന്നേ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫിറ്റ്മിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫിറ്റ്മിയുടെ മാറ്റെ പോർലെസ് നോർമൽ ടു ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 128 ആണ്. നമുക്ക് ഒരു ഡേ ടു ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫൗണ്ടേഷനാണ്. ബിക്കോസ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് സ്കിൻ ടിൻറ്റ്. ഇതിന് മുന്നേ ഞാൻ പല വീഡിയോസിലും ഈ സ്കിൻ ടിൻറ്റ് ഉപയോഗിച്ചിട്ട് മേക്ക് ഓവർ വീഡിയോസ്, മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതിനെപ്പറ്റി ഞാൻ അങ്ങനെ എടുത്ത് സംസാരിച്ചിട്ടില്ല. ബട്ട് ഐ ഹാവ് ടു സേ ദിസ് ഇസ് മൈ ഫേവറേറ്റ് സ്കിൻ ടിൻറ്റ്. ഭയങ്കരമായിട്ട് കവറേജ് തരുന്നതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്ലോവി ലുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോ മേക്കപ്പ് ലുക്ക്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ആ ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ യു മസ്റ്റ് ഹാവ് ദിസ്. ഈ ഒരു ചെറിയ ട്യൂബിന് ഒരു 800 റുപ്പീസ് ആണെങ്കിലും വൺ ടൈം യൂസിന് അത്ര പ്രൊഡക്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എടുത്താൽ മതിയാവും. ഇനി നിങ്ങൾക്കൊരു നോ മേക്കപ്പ് ലുക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക്, അല്ലെങ്കിൽ ഒരു ഗ്ലോവി ഫിനിഷ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ മതിയാവും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് 800 റുപ്പീസ് ആണെങ്കിലും വേർത്ത് ആയിട്ടാണ് തോന്നുന്നത്. സോ അറ്റ് ദ സെയിം ടൈം ഈ ഒരു പ്രൊഡക്റ്റിന് 329 റുപ്പീസ് ഉള്ളൂ. സോ നമുക്കൊരു വൺ സൈഡ് ഈ ഒരു ഫൗണ്ടേഷനും വൺ സൈഡ് നമുക്ക് സ്കിൻ ടിൻറ്റും യൂസ് ചെയ്തിട്ട് ആ ഒരു ഡിഫറൻസ് നോക്കാം. സോ ഞാനിവിടെ എൻ്റെ സ്കിന്ന് പ്രിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ അതുപോലെ തന്നെ സ്നെയിൽ മ്യൂസിനെ വെച്ചിട്ടാണ് എൻ്റെ സ്കിന്ന് പ്രിപ്പ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ നെയിം വന്നിട്ട് മെബിലി ന്യൂയോർക്കിൻ്റെ ഫിറ്റ്മിയുടെ മാറ്റ് പോർലെസ് സീരീസിൽ വരുന്ന ഫൗണ്ടേഷൻ നമ്പർ 128 ആണ്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ ഷെയ്ഡ് നമ്പർ F10 ആണ് സ്കിൻ ടിൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ രണ്ട് സൈഡും ബ്ലെൻഡ് ചെയ്തതിന് ശേഷമുള്ള ലുക്കാണിത്. സോ ഐ ഹോപ്പ് യു ക്യാൻ സീ നമ്മൾ ഈ ഒരു സ്കിൻ ടിൻ്റ് യൂസ് ചെയ്തൊരു സൈഡിൽ അത്രത്തോളം കവറേജ് ഒന്നും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ ഒരു കവറേജ്, നമ്മുടെ പാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ ടിൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ഗ്ലോവി ഫിനിഷ് തരുന്ന സ്കിൻ ടിൻ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഗ്ലോവി, അതുപോലെ തന്നെ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്കിൻ അപ്പിയറൻസ് ആണ് ഈ ഒരു സൈഡ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് എത്രത്തോളം വീഡിയോയിൽ അത് എവിഡൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഈ ഒരു സൈഡിൽ കുറച്ചുകൂടി ഒരു ഗ്ലോവി അപ്പിയറൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റ് ഫിനിഷ് തരുന്ന ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്
ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു മാറ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് തരുന്നത്. സോ ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പ്രോഡക്റ്റ്. ബട്ട് അക്കോർഡിംഗ് ടു മീ ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ ഈ ഒരു സ്കിൻ ടിൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിന് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അത് ഓരോരുത്തരുടെയും പ്രിഫറൻസ് വേറെ ആയിരിക്കും. ബട്ട് ഇഫ് യു ആർ എ പേഴ്സൺ, നിങ്ങൾക്ക് ഗ്ലോവി സ്കിൻ ഇഷ്ടമാണ്, ഗ്ലാസ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ക്ലീൻ ഗേൾ, നോ മേക്കപ്പ് ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് പ്രൊഡക്റ്റ്. അതല്ല നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വേറെ ഫൗണ്ടേഷൻസ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെയുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.